ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഐഫോൺസിലുള്ള ഡീൽ പ്രൈസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നോക്കിയപ്പോൾ ഐഫോൺ 16 പ്രോയും 17ഉം തമ്മിൽ സ്പെക്കിൽ അവിടെ ഇവിടെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഈ ഒരു രണ്ട് ഡിവൈസിൽ ഏത് ഫോൺ ഇറക്കണം ഈ ഒരു സെയിൽ ടൈമിനെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഐഫോൺ 16ഉം 16 പ്രോ മാക്സിനെ പറ്റിയും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഏത് ഫോൺ ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഡയറക്റ്റ് നമുക്ക് വീഡിയോ ഇട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐഫോൺ 17 അതുപോലെ തന്നെ 16 പ്രോയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു 17 അതുപോലെ തന്നെ 16 പ്രോയുടെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ 16 പ്രോയിനേക്കാളും 17 കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഫോൺ 17 എന്ന് പറഞ്ഞൊരു ബേസ് വേരിയൻ്റ് ആണ്. പക്ഷെ നമുക്ക് ആപ്പിൾ ആ ഒരു സ്പെക്ക് കൊടുത്തേക്കണ കാണുമ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല കില്ലർ സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഐഫോൺ 17 ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അങ്ങനെ കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ ഈ ഒരു 17 കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 17 അവർ ആ ഒരു 16 പ്രോയുടെ ഒരു കോമ്പറ്റേറ്റർ ഫോണായിട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ സ്പെക്ക് കമ്പയർ ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഐഫോൺ 17 നോക്കുകയാണെങ്കിൽ ആ ഒരു ബേസ് വേരിയൻറ്റിൽ തന്നെ ആപ്പിൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ് അത്യാവശ്യം നല്ലൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് നാൾ ആഗ്രഹിച്ചൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ടും നമുക്ക് ഇത്തവണ മുതൽ ഐഫോൺ 17 അല്ലെങ്കിൽ ബേസ് വേരിയൻസിലെല്ലാം 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇനി മുതൽ നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ബേസ് വേരിയൻ്റ് ഐഫോൺസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് 16 പ്രോയിലും ആപ്പിൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ആക്കിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ആപ്പിൾ കൂടിയുണ്ട്. സോ ഐഫോൺ 17 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ. അതിന് 16 പ്രോയുടെ ഡിസ്പ്ലേ വെച്ച് പറയുകയാണെങ്കിൽ സെയിം 17 അതേ ഡിസ്പ്ലേ ആണ് ആ ഒരു 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ. 6.3 ഇഞ്ചാണ് സൈസ്. സോ ഡിസ്പ്ലേ ഐഫോൺ 17ഉം 16 പ്രോയും സെയിം എക്സാക്റ്റ് ഡിറ്റോ കോപ്പി തന്നെയാണ് രണ്ട് ഡിവൈസും. ഈ ഒരു ഫോണിൻ്റെ ബിൽഡിലേക്ക് വരികയാണെങ്കിൽ ഐഫോൺ 16 പ്രോയിൽ ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈറ്റാനിയം ബിൽട്ടാണ്. അതേപോലെ തന്നെ ഐഫോൺ 17 വരുമ്പോൾ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു പഴയ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 17. അവിടെ ഒരു പുതുമ കാര്യങ്ങളൊന്നും ബിൽഡിൽ കൊടുക്കുന്നില്ല. പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 അതേ സെയിം ഡിസൈൻ പാറ്റേൺ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് നമുക്ക് ഐഫോൺ 17 കാണാൻ പറ്റുന്നത്. ഇനി 16 പ്രോയിലോട്ട് വന്നാൽ ടിപ്പിക്കൽ ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബിൽഡിൻ്റെ ഭാഗത്തുനിന്ന്. സോ ബിൽഡ് വൈസും രണ്ട് ഫോണും ഓക്കെയാണ്. പിന്നെ ഐഫോൺ 16 പ്രോ എന്ന് പറഞ്ഞൊരു പ്രോ മോഡലാണ്. സോ അതിന് അതിൻ്റേതായ ഒരു ബ്യൂട്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഇനി ഈ ഒരു 16 പ്രോയിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ആ ഒരു ബെസൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിൻ ബെസൽസും കാര്യങ്ങളൊക്കെയാണ്. സെയിം കാര്യം 17 ചെയ്തിട്ടുണ്ട്. ബെസൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തിൻ ബെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫോൺസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. സോ എക്സാക്റ്റ് സെയിം ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ 17 എടുത്താലും 16 പ്രോ എടുത്താലും സെയിം ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകും. നമ്മൾ നോർമലി ഐഫോൺസ് ഒക്കെ മേടിക്കുന്നത് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമറ എന്ന് പറയുന്നത്. സോ ക്യാമറയായിട്ട് വരികയാണെങ്കിൽ ഐഫോൺ 16 പ്രോയിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒബ്വിയസ്ലി ഒരു പ്രോ മോഡൽ ആയതുകൊണ്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ സെൻസറിലായിട്ട് നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ് ഐഫോൺ 16 കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും നമ്മുടെ ഐഫോൺ 16 പ്രോയിൽ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ. ഇനി ഐഫോൺ 17 ക്യാമറയിലായിട്ട് വരികയാണെങ്കിൽ ഐഫോൺ 16ഉം 17ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ 16 പ്രോ അല്ല ഐഫോൺ 16ഉം 17ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറയിൽ നല്ലൊരു അപ്ഗ്രേഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു 17 ആപ്പിൾ കൊടുത്തിട്ടുള്ളത് 48 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ഫ്യൂഷൻ ക്യാമറ സെറ്റപ്പാണ്. കാരണം പുതിയ സെൻസറാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ക്യാമറയും 48 മെഗാ പിക്സലാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 4K 60 FPS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 പ്രോയിൽ 12 മെഗാ പിക്സലിൻ്റെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ ഒരു 17 വന്നപ്പോൾ ആപ്പിൾ അത് 18 മെഗാ പിക്സലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസറിലും ചേഞ്ച് വരുന്നുണ്ട്. സെൻറ്റർ ഷിഫ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫ്രെയിംസിൽ വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാനുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് പോർട്രേറ്റിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓട്ടോ ഫ്രെയിം ഡിറ്റക്ഷൻ്റെ ഫ്യൂച്ചർ, അങ്ങനെ കുറച്ചധികം ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട് ക്യാമറയിൽ ആപ്പിൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ക്യാമറയിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ 17 വന്നപ്പോൾ ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 16 പ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ക്യാമറയും മോശം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല.
പിന്നെ ഈ ഒരു 17 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യുവൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടുന്നുണ്ടാവും. ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിലായിട്ട് വരികയാണെങ്കിൽ iPhone 16 Proയിൽ കൊടുത്തിട്ടുള്ളത് A18 Pro എന്ന് പറഞ്ഞ പവർഫുൾ കിടിലൻ ചിപ്സെറ്റ് ആണ്. പിന്നെ ഒരു പ്രോ മോഡലാണ് ഈ ഒരു 16 Pro. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല എത്രത്തോളം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ചിപ്സെറ്റിന് തരാൻ പറ്റുമെന്ന്. പിന്നെ ലേറ്റസ്റ്റ് iOS 26 ഈ ഒരു 16 Pro ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. iPhone 17 ആപ്പിൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത A90 എന്ന് പറഞ്ഞ പുതിയ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 18 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടിയ ഒരു ചിപ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ 18 Pro ഒരു മോശം ചിപ്സെറ്റ് എന്നല്ല, രണ്ടും കിടലൻ ചിപ്സെറ്റ്സ് ആണ്. പിന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ചിപ്സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നാളും കൂടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുതിയ ചിപ്സെറ്റിൻ്റെ. രണ്ട് ചിപ്സെറ്റും ബെറ്റർ പെർഫോമൻസ് എന്ന കിടലൻ ചിപ്സെറ്റാണ്. A19 ആയാലും A18 Pro ആയാലും ബെറ്റർ ചിപ്സെറ്റ്സ് ആണ് രണ്ടും. ഇനി ബാറ്ററി നോക്കുകയാണെങ്കിൽ iPhone 17 ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടുള്ള ആപ്പിൾ ആ ഒരു ഇവൻറ്റിൽ പറഞ്ഞത് ഏകദേശം 50% ചാർജ് നിങ്ങൾക്ക് 20 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് എടുക്കാമെന്നൊക്കെയാണ് ആപ്പിൾ അന്ന് പറഞ്ഞത്. 16 Proയിൽ നിങ്ങൾക്ക് എന്തായാലും ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു പ്രോ മോഡൽ ഫോൺ ആയതുകൊണ്ട് അത്യാവശ്യം ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു 16 Proൻ്റെ ഒരു വീഡിയോ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. സോ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 16 Proനെ പറ്റി കവർ ചെയ്യുന്നുണ്ടാവും. സോ വെയിറ്റ് ചെയ്യുക ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇനി നമുക്ക് പ്രൈസിങ്ങിലായിട്ട് അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ iPhone 17 ലോഞ്ച് പ്രൈസ് അവർ ആപ്പിൾ പബ്ലിഷ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും 83,000 അണ്ടറിലാണ്. ഇനിയിപ്പോൾ 16 Proയിലോട്ട് വരുവാണെങ്കിൽ അവർ ബിഗ് ബില്യൺ ഡേയ്സിൽ ഫ്ലിപ്കാർട്ട് റിവീൽ ചെയ്തേക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 69,999 രൂപ. അതായത് 70,000 രൂപ നിങ്ങൾക്ക് 16 Pro 128GB വേരിയൻറ്റ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഈ ഒരു 70,000 രൂപ എന്ന് പറഞ്ഞാൽ എല്ലാ ഓഫേഴ്സും കാർഡ് ഓഫേഴ്സ് ഇൻക്ലൂഡിങ് എല്ലാ ഓഫേഴ്സും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു 70,000 രൂപയ്ക്ക് കിട്ടുന്നത്. അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ടും 70,000 ആയിരിക്കില്ല. എല്ലാ ഓഫേഴ്സും കഴിഞ്ഞ് നിങ്ങൾക്ക് 70,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനി 17 വരാണെങ്കിൽ ആപ്പിൾ ലോഞ്ച് പ്രൈസ് ഇട്ടേക്കുന്നത് 83,000 റുപ്പീസ് ആയിരിക്കും. സോ എങ്ങനെ പോയാലും ഓഫേഴ്സ് കൂടി ഒരു 80,000 അണ്ടറിൽ നിങ്ങൾക്ക് 17 എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്യാവശ്യം ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് സെയിൽ ടൈമിലൊക്കെ കൊടുക്കുന്നുണ്ടാവും. 16 Proയും അതുപോലെ തന്നെ 17 തമ്മിൽ 10,000 റുപ്പീസിൻ്റെ വ്യത്യാസമാണ് പ്രൈസിൽ വരുന്നത്. ഇതിൽ ഏത് ഫോണാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ഫോൺ മാത്രമാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അത് ഓരോ യൂസേഴ്സിൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാലാണ് ഏത് ഡിവൈസാണ് ബെറ്റർ എന്ന്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രഷ് iPhone വേണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് പുതിയ ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ പുതിയ കമ്പോണൻസും ഉള്ള iPhone വേണമെങ്കിൽ നിങ്ങൾക്ക് 17 തീർച്ചയായിട്ടും എടുക്കാം. നല്ലൊരു ഡിവൈസാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും രൂപ മുടക്കുകയാണെങ്കിലും 256GB നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. കാരണം ആപ്പിൾ ഇനി മുതൽ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ 256GB ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ഫ്രഷ് iPhone വേണമെങ്കിൽ ഞാൻ എപ്പോഴും 17 ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു ഫ്രഷ് ലോഞ്ചാണ്, അതിൻ്റേതായ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പിന്നെ നമുക്ക് പുതിയ ചിപ്സെറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേ 16 Proൻ്റെ സെയിം ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്, സെൻസറിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അധികം മാറ്റങ്ങൾ 17 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ല നിങ്ങൾക്കൊരു പ്രോ മോഡൽ iPhone അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നല്ലൊരു ഡീലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 16 Pro തീർച്ചയായിട്ടും എടുക്കാം. കിടിലൻ ഡിവൈസാണ് 16 Pro എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിവൈസ്. 16 Pro നോക്കുവാണെങ്കിലും നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ബിൽറ്റ് വരുന്നുണ്ട്, ടൈറ്റേനിയം ഫ്രെയിം അല്ലെങ്കിൽ ടൈറ്റേനിയത്തിന് ബിൽറ്റ് വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 16 Pro എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു വർത്ത് ഡീലായിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട്. സോ നിങ്ങൾ കാർഡ്സും കാര്യങ്ങളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ആ ഒരു സെയിലാകുമ്പോൾ പെട്ടെന്ന് കയറി മേടിക്കുക. കാരണം അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ രണ്ട് ഫോൺസും നല്ലതാണ്. ഏതെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു ഫ്രഷ് iPhone വേണമെങ്കിൽ നിങ്ങൾക്ക് 17 നോക്കാം. നല്ലൊരു അപ്ഗ്രേഡ് ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അല്ല നിങ്ങൾക്കൊരു പ്രോ മോഡൽ iPhone ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 16 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു 16 സീരീസിൽ വരുന്ന മറ്റ് രണ്ട് ഫോൺസ് ആയിട്ടുള്ള iPhone 16 അതുപോലെ തന്നെ 16 Pro Maxനും ആപ്പിൾ ഡീൽ പ്രൈസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. iPhone 16 നിങ്ങൾക്ക് 128GB വേരിയൻ്റ് ഏകദേശം 51,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ഇത് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആണോ അല്ലെങ്കിൽ എല്ലാ ഓഫേഴ്സും കൂട്ടിയാണോ എന്ന് കറക്റ്റായിട്ട് ഫ്ലിപ്കാർട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി 16 Pro Max ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 256GB വേരിയൻറ്റ് 90,000 റുപ്പീസും കിട്ടിയിട്ടുണ്ടാവും. സോ ആ രണ്ട് ഫോൺസിൻ്റെ ഡീൽസും അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്കൊരു ബേസ് വേരിയൻ്റ് iPhone നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 16 ഈ ഒരു പ്രൈസിന് എടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അല്ല നിങ്ങൾക്കൊരു Pro Max വേരിയൻറ്റ് വേണമെങ്കിൽ ആ ഒരു 90,000 എന്ന് പറഞ്ഞതും അത്യാവശ്യം നല്ലൊരു ഡീലാണ്. കാരണം
1,50,000 രൂപയ്ക്ക് തന്ന ഡിവൈസാണ് ഒരു പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ്. സോ നിങ്ങൾക്ക് 90,000 കിട്ടുന്നുണ്ട്. സോ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മാക്സിമം ഓഫേഴ്സുള്ള കാർഡ്സും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വയ്ക്കുക, എന്നിട്ട് ഈ ഒരു ഓഫർ ടൈമിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഓഫ് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.